ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ആൻറ്റിഡോട്ട് എന്താണെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ നമ്മുടെ ഓരോ ചാപ്റ്റർ വൈസായിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് ഈ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിഡോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സബ്ജക്റ്റിനും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ നഴ്സിംഗ് ഫീൽഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കും ഒരു ആൻറ്റിഡോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ആൻറ്റിഡോട്ട് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആൻറ്റിഡോട്ട് വെച്ചിട്ട് പഠിക്കുന്നത് നല്ല കാര്യമാണ്, എളുപ്പമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രം എക്സാം വരുന്നുണ്ടല്ലോ. ചില എക്സാം എങ്ങനെ വരുന്നത്, ഇപ്പോൾ അനാട്ടമി ഫിസിയോളജി ആണെങ്കിൽ രണ്ടും ഒരുമിച്ചാണ് വരുന്നത്, സൈക്കോളജി സോഷ്യോളജി അങ്ങനെ ഒരുമിച്ച്. ഇനിയിപ്പോൾ സെക്കൻഡ് സെമ്മിക്ക് പോവുകയാണെങ്കിൽ അവിടെ ന്യൂട്രീഷൻ വരുന്നുണ്ട്, ബയോകെമിസ്ട്രി വരുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ നഴ്സിംഗ് ഫൗണ്ടേഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സെപ്പറേറ്റ് വരുന്ന ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് വൺ വേർഡ്സ് വരുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ കുറഞ്ഞു പോയ ഒരു 7 അല്ലെങ്കിൽ 12 വൺ വേർഡെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വൺ വേർഡ്സ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ആൻറ്റിഡോട്ട് മാത്രം വെച്ച് പഠിക്കുകയാണെങ്കിൽ ഈ വൺ വേർഡ്സ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അതല്ല, ഇപ്പോൾ നമുക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഏതാണ് നല്ലത്, ആൻറ്റിഡോട്ട് നല്ല ഓപ്ഷനാണ്. ആൻറ്റിഡോട്ട് വെച്ച് പഠിക്കുന്നത് നല്ലതാണ്, കാരണം നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ഏതാണെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സാമിന് എന്ത് ചെയ്യണം, നമ്മുടെ ബുക്ക് കംപ്ലീറ്റ് ഒറ്റ തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുകയും ചെയ്യണം. എന്നാലേ നമുക്ക് വൺ വേർഡ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വൺ വേർഡ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം നമുക്ക് 12 കറക്റ്റ് ആണെങ്കിൽ 12 മാർക്ക് നമുക്ക് വൺ വേർഡിൽ നിന്ന് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് 38 മാർക്ക് അല്ലെങ്കിൽ 39 മാർക്കാവും ബാക്കി മാർക്ക് കൂടി. ഈ വൺ വേർഡിൻ്റെ ഒഴികെ 12 മാർക്ക് ഒഴികെ ബാക്കി സ്കോറുകൾ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാസ്സാവാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ആൻറ്റിഡോട്ട് വെച്ച് മാത്രം അല്ലെങ്കിൽ ആൻറ്റിഡോട്ട് മാത്രം പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ വേർഡ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻറ്റിഡോട്ട് യൂസ് ചെയ്യാം. ആൻറ്റിഡോട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചുതരാം. പിന്നെ അതിന് കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു തവണയെങ്കിലും നിങ്ങളുടെ ബുക്കൊന്ന് കവർ ചെയ്യാൻ നോക്കുക. ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി. അതായത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക, എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എളുപ്പത്തിൽ വൺ വേർഡ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻറ്റിഡോട്ട് വെച്ച് പഠിച്ചതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ എക്സാം ഈസി ആവും. അപ്പോൾ ആൻറ്റിഡോട്ട് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക, ഞാൻ ഷെയർ ചെയ്തുക.